ഹായ് ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മൾ ഇന്ന് ജാവാസ്ക്രിപ്റ്റ് ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ഒരു മേജർ ക്വസ്റ്റ്യൻ കൺസ്ട്രക്ടർ ഫംഗ്ഷനും അതിന്റെ യൂസ് കേസും എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരു ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് കൺസ്ട്രക്ടർ ഫംഗ്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കോഡ് തന്നിട്ട് ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും കേട്ടോ വരിക. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം എന്താണ് കൺസ്ട്രക്ടർ ഫംഗ്ഷൻ? നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിൽ ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ടല്ലേ? ഇപ്പൊ ആരോ ഫംഗ്ഷൻസോ റെഗുലർ ഫംഗ്ഷൻസോ ഫംഗ്ഷൻ എക്സ്പ്രഷൻസ് ഒക്കെ. അതുപോലെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഫംഗ്ഷൻ ആണ് കൺസ്ട്രക്ടർ ഫംഗ്ഷനും. സിന്റാക്സ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പോലെ തന്നെ ഫംഗ്ഷൻ കീവേഡ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഫംഗ്ഷൻ നെയിം കൊടുക്കുമ്പോൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അത് റെഗുലർ ഫംഗ്ഷനെ കൺസ്ട്രക്ടർ ഫംഗ്ഷനിൽ നിന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റിമൈനിങ് സെയിം ആണ്. പാരാമീറ്റേഴ്സ് യൂഷ്വൽ ഫംഗ്ഷൻ പോലെ തന്നെ പാരാമീറ്റേഴ്സ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന്റെ യൂസ് കേസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ ഒബ്ജക്ട്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ? ക്രിയേറ്റ് ചെയ്യും, അത് ഇനിഷ്യലൈസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു ക്ലാസ്സിലെ സ്റ്റുഡൻസിന് എടുക്കാം. അതിൽ ഓരോ സ്റ്റുഡന്റിനും ഓരോ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അവരുടെ ആട്രിബ്യൂട്ട്സ് എല്ലാം വെച്ചിട്ട് നെയിം, ഏജ്, സബ്ജക്ട്, ഫേവറേറ്റ് സബ്ജക്ട്, മാർക്ക്, ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ഇവിടെ എന്താണ് പ്രോപ്പർട്ടീസ് എല്ലാം കോമൺ ആണ്. വാല്യൂസ് സ്റ്റുഡന്റ് വൈസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരു 30 സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്. ഈ 30 പേർക്കും സെപ്പറേറ്റ് ആയിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണോ അതോ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഡാറ്റ പാസ് ചെയ്ത് ഇതിൽ നിന്ന് ഈ ഒബ്ജക്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതാണോ ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ്? ഓഫ് കോഴ്സ് ഈ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാ അല്ലെ? അപ്പൊ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂസ് കേസ് ഇത് തന്നെയാണ്. കൺസ്ട്രക്ടർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്കൊരു എം ടി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഈ എം ടി ഒബ്ജക്റ്റിലേക്ക് നമുക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ ഇൻസ്റ്റൻസ് ഇതിന് ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വാല്യൂ പാസ് ചെയ്ത് ഈ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാം. നിങ്ങൾക്കൊന്ന് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ റെഗുലർ ഫംഗ്ഷൻ പോലെ തന്നെയാണ് കൺസ്ട്രക്ടർ ഫംഗ്ഷനെയും കോൾ ചെയ്യുന്നത്. ഫംഗ്ഷൻ നെയിമും പാരാമീറ്റേഴ്സും പാസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഒരു ന്യൂ കീവേഡ്? ഈ ന്യൂ കീവേഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പർപ്പസിനെ ഇതൊരു എം ടി ഒബ്ജക്റ്റ്, ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു എം ടി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തല്ലേ? അപ്പൊ ഈ കോള് നേരെ ഈ ഫംഗ്ഷനിലേക്ക് വരും. ഇവിടെ ഒരു ദിസ് കീവേഡ് കണ്ടില്ലേ? ഈ ദിസ് കീവേഡ് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത ആ ഒരു എം ടി ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ആവശ്യമുള്ള പ്രോപ്പർട്ടീസിനെയും മെത്തേഡ്സിനെയും രണ്ടും നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. പാസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇംപ്ലിസിറ്റ്ലി കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ഈ ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യും. അതായത് ഞാൻ ഇവിടെ ഇതിന്റെ ഡീറ്റെയിൽസ് കൺസോൾ ചെയ്തിട്ടുണ്ട് അല്ലെ? ഞാൻ ജസ്റ്റ് ഒന്ന് റിസൾട്ട് കാണിച്ചു തരാം. ഇവിടെ കണ്ടില്ലേ ഇതിന്റെ റിട്ടേൺസ് റിസൾട്ട്. ഇതിന്റെ റിട്ടേൺ റിസൾട്ട് ഒരു ഒബ്ജക്റ്റ് ആണ്. അതിൽ നമ്മൾ പാസ് ചെയ്തിരിക്കുന്ന രണ്ട് പ്രോപ്പർട്ടീസും അതിന്റെ വാല്യൂസും വന്നിട്ടുണ്ട്. ഇതാണ് ബേസിക് ആയിട്ട് കൺസ്ട്രക്ടർ ഫംഗ്ഷനും അതിന്റെ യൂസ് കേസും. ഇനി ഇത് കൂടാതെ യൂസ് കേസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് യൂസ് കേസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോഡ് റീയൂസബിലിറ്റി ആണ്. നമുക്കൊരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് ഡിഫൈൻ ചെയ്യാം. അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം കോമൺ ആയിരിക്കുന്ന കേസിൽ ഏറ്റവും റിഡൻഡന്റ് ആയിട്ടുള്ള കോഡ്സ് ഒഴിവാക്കി ഡ്യൂപ്ലിക്കേറ്റ് കോഡ് ഒഴിവാക്കുന്നതാണോ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഡെവലപ്പർ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. എൻക്യാപ്സുലേഷൻ ആണ് ഇതിന്റെ വേറൊരു ബെനിഫിറ്റ്. ഇനി നിങ്ങൾ ഒരു എക്സ്പീരിയൻസ്ഡ് ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ റിട്ടേൺ വാല്യൂ. ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ഇംപ്ലിസിറ്റ്ലി അത് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റൻസിനെ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അത് നമ്മളിവിടെ കണ്ടു. ഇനി ഞാൻ ഇവിടെ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇത് റിട്ടേൺ ചെയ്യുന്നത്? അപ്പൊ ഞാൻ ആദ്യം ഒരു നമ്പറിനെ റിട്ടേൺ ചെയ്യുവാണ്, ഒരു ഇൻഡിജർ വാല്യൂ. അപ്പൊ ഇവിടെ റിട്ടേൺ ചെയ്യുമ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട് ഇതിന്റെ ഔട്ട്പുട്ടിൽ ചേഞ്ച് ഒന്നുമില്ല. ഈ റിട്ടേൺ സ്റ്റേറ്റ്മെന്റിനെ ഇഗ്നോർ ചെയ്തു. അതായത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റിനെ കൺസിഡർ ചെയ്യാതെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഇൻസ്റ്റൻസ് തന്നെയായിരിക്കും ഇതിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇതിന് പകരം നമ്മൾ ഒരു സ്ട്രിങ് പാസ് ചെയ്ത് കൊടുത്താലോ? സെയിം തന്നെ. അതായത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റിന് ഈ രണ്ട് കേസിലും ഇഗ്നോർ ചെയ്യുവാണ്, അത് എടുക്കുന്നില്ല. പകരം ആ ഒബ്ജക്റ്റ് തന്നെയാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇനി ഞാനൊരു കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് കൊടുക്കുവാണ്. അതായത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റ് ഞാൻ റിട്ടേൺ ചെയ്യാൻ പോവുകയാണ്. ഇതിന്റെ അകത്ത് ഞാൻ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കീ ഉണ്ടാക്കിയിട്ട് അതിന്റെ അകത്ത് CSE എന്ന് കൊടുക്കുന്നു. ഇവിടെ കൺസ്ട്രക്ടർ ഫംഗ്ഷന്റെ ഡീഫോൾട്ട് ബിഹേവിയറിനെ ഓവർറൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? അത് ക്രിയേറ്റ് ചെയ്ത ഇൻസ്റ്റൻസിന് പകരം നമ്മൾ റിട്ടേൺ ചെയ്ത ആ ഒരു ഒബ്ജക്റ്റ് ആണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ അരേ കൊടുത്തിട്ടുണ്ടെങ്കിൽ സപ്പോസ് നമ്മളൊരു നമ്പർ അരേ ക്രിയേറ്റ് ചെയ്യുവാണ്, ഇതും സെയിം തന്നെ. അത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ജാവാസ്ക്രിപ്റ്റിൽ ഡാറ്റ ടൈപ്പ് വെച്ചിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ അരയും ഒരു കൈൻഡ് ഓഫ് ഒബ്ജക്റ്റ് ആണെന്ന്. അപ്പൊ കോംപ്ലക്സ് ഡാറ്റ ടൈപ്പ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ ഡിഫോൾട്ട് ബിഹേവിയറിനെ ഓവർറൈറ്റ് ചെയ്തിട്ട് ആ ഒരു
ആ ഒരു ഡാറ്റ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. അതേസമയത്ത് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് നമ്പേഴ്സ് സ്ട്രിങ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആ ഒരു ഒബ്ജക്റ്റ് തന്നെയായിരിക്കും ഇത് റിട്ടേൺ ചെയ്യുന്നത്. അതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജാവാ സ്ക്രിപ്റ്റ്, എക്സ്പ്രസ്, റിയാക്ട്, PHP റിലേറ്റ് ചെയ്തിട്ടുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്